നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡാൻസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് നമ്മൾ അടവിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ റീസെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത അഴകാന പഴനിമലൈ എന്നുള്ള ഡാൻസിൻ്റെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേത് ആ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ ആ വീഡിയോയിൽ മ്യൂസിക്കിൻ്റെ പോർഷൻ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് നടന്നു വരുന്നതായിട്ടാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ജസ്റ്റ് തൊഴുതുകൊണ്ട് നിന്നിട്ട് ആ സമയത്ത് കർട്ടൻ പൊക്കുകയോ അന്നേരം ജസ്റ്റ് തൊഴുത് നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുകയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത്രയും പ്ലെയിൻ ആയിട്ട് കിടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് നടന്നു വന്നതേ ഉള്ളേ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ചെയ്തതുപോലെ ചെയ്യുവാണെങ്കിൽ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു വന്നിട്ട് ഇങ്ങനെ തൊഴുതതിന് ശേഷം ബാക്കിലോട്ടൊരു 2 സ്റ്റെപ്പ് പോകും. പാട്ട് തുടങ്ങുന്നിടം തൊട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഹംസാസ്യം മുദ്ര പിടിച്ചിട്ട് ഇങ്ങനെ അഴകാന പഴനിമലൈ എന്ന് പറയുമ്പോൾ റൈറ്റ് ലെഗ് പൊക്കി നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യണം കാല്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് കാല് ഇതാ ഇതേപോലെ ഇരിക്കും. കൈ വരുന്നത് റൈറ്റ് ഹാൻഡിൽ സൂചി, ലെഫ്റ്റ് ഹാൻഡിൽ അളപത്മം. 1 2 അപ്പോൾ അതാ ഇങ്ങനെ നോക്കും. 2 എന്ന് പറയുമ്പോൾ ഈ കൈ ഇങ്ങനെ തിരിഞ്ഞു വരും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇതേപോലെ നോക്കും. റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് ലെഫ്റ്റ് കൈയിലേക്ക് ഇതേപോലെ നോക്കും. അപ്പോൾ എങ്ങനെ വരും? അഴകാന പഴനിമലൈ ആണ്ടവ എന്ന് പറയുമ്പോൾ തിരിച്ച് സെൻറ്ററിലോട്ട് വന്നിട്ട് നമ്മളുടെ റൈറ്റ് കാലെടുത്ത് ഇങ്ങനെ പൊക്കി നിർത്തും. അപ്പോൾ നമ്മുടെ കാലിങ്ങനെ റൈറ്റ് ലെഗ് താഴേക്ക് ഇങ്ങനെ വേണേ പാദം ആണ്ടവ മുരുകനെ പിടിക്കും. റൈറ്റ് കൈയിൽ ശിഖരം, ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ വയ്ക്കും. എന്നിട്ട് ഫ്രണ്ടിലേക്ക് 2 സ്റ്റെപ്പ് 1 2 നടന്നു വരും. അപ്പോൾ ഈ ഒരു വരി എങ്ങനെയാണെന്ന് ചേർത്ത് ചെയ്തു നോക്കാം. അഴകാന പഴനിമലൈ ആണ്ടവ 1 2. ഇനി വീണ്ടും ഇത് തന്നെ അഴകാന പഴനിമലൈ ആണ്ടവ ഉന്നൈ എന്ന് പറയുമ്പോൾ നമ്മൾ സമത്തിൽ നിന്നതിന് ശേഷം 2 കൈയിലും പതാക പിടിച്ച് കമഴ്ത്തി പിടിക്കും. എന്നിട്ട് ഉന്നൈ ഇങ്ങനെ കൈ കമഴ്ത്തി പിടിച്ചിട്ട് കൈ നീട്ടുന്ന സമയത്ത് ഈ കൈ ഇങ്ങനെ തിരിച്ച് മലർത്തി പിടിക്കും. ഫ്രണ്ടിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്യണം. ഉന്നൈ അനുദിനവും, അനുദിനം എന്ന് പറയുമ്പം ഇങ്ങനെ ആക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ പകുതിക്ക് ഇങ്ങനെ കുനിയണം. അനുദിനവും പാടവന്തേൻ ഇങ്ങനെ 1 2 മുകുളം അളപത്മം വേലവാ ഇങ്ങനെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് തല ഇങ്ങനെ ഒന്ന് ആട്ടിക്കൊടുക്കും. ഇപ്പോൾ ഈ കൈ ഇത്രയും കറക്റ്റായിട്ട് പഠിച്ചാൽ അടുത്ത സ്റ്റെപ്പ് ഈസി ആയിട്ട് ചെയ്യാം. കാല് ഞാൻ പറഞ്ഞുതരാം. 1 2 3 1 2 3. റൈറ്റ് ലെഗ് ചവിട്ടി ലെഫ്റ്റ് ലെഗ് ബാക്കിൽ കുത്തി വീണ്ടും ഫ്രണ്ടിലിരിക്കുന്ന റൈറ്റ് കാല് ചവിട്ടണം. തിരിച്ച് ലെഫ്റ്റിലോട്ട് ചാടുമ്പം ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് ബാക്കിൽ കുത്തി ഫ്രണ്ടിലിരിക്കുന്ന ലെഫ്റ്റ് ലെഗ് ചവിട്ടും. 1 2 3 1 2 3 1 2 3 1 2 3. ഇപ്പോൾ നമ്മൾ ഈ കളിച്ച സെയിം കൈകൾ തന്നെ കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? അഴകാന പഴനിമലൈ ആണ്ടവ ഉന്നൈ അനുദിനവും പാടവന്തേ വേലവാ. മനസ്സിലായോ? ഇനി അടുത്തത് 2 കൈയിലും മയൂരം പിടിക്കും. കൈ വരുന്നത് ഇങ്ങനെ 1 2 എന്ന് പറയുമ്പം ഇങ്ങനെ വരും. അതായത് ലെഫ്റ്റ് കയ്യിൽ മയൂരം, റൈറ്റ് കയ്യിൽ ശിഖരം, അതിൻ്റെ പുറത്ത് മയിൽ വാഹനൻ എന്നുള്ള ഒരു അർത്ഥമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചാടി മുഴുമണ്ഡലത്തിൽ ഇരിക്കും. റൈറ്റ് ലെഫ്റ്റ് പറയുമ്പോൾ മുഴുമണ്ഡലത്തിൽ ഇരിക്കും. വള്ളിമയിൽ നാഥനേ വാവടി വേലനേ. വാവടി വേലനെ എന്ന് പറയുമ്പം എഴുന്നേറ്റ് നമ്മൾ ആദ്യം നിന്നതുപോലെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കും. വീണ്ടും ഈ സെയിം കൈ തന്നെ നമ്മൾ നേരത്തെ കളിച്ച 1 2 3 1 2 3 സ്റ്റെപ്പ് വരുവേ. വള്ളിമയിൽ നാഥനേ വാവടി വേലനേ. ഇനി ഫ്രണ്ടിലോട്ട് ആ ഒരു മയിൽ വാഹനത്തിൽ വരുന്നത് പോലെ ഒരു എഫക്റ്റ് കൊടുക്കാൻ റൈറ്റ് എന്ന് പറയുമ്പോൾ മുട്ട് മടങ്ങരുത്, ഇങ്ങനെ വെച്ചിട്ട് ലെഫ്റ്റ് കാലെടുത്ത് ചവിട്ടി അരമണ്ഡലത്തിൽ ഇരിക്കും. വീണ്ടും ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു എഫക്റ്റും കൂടെ കൊടുത്ത് വേണം ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് വരാനായിട്ട്. ഇനി നമ്മൾ ആദ്യം നിന്നില്ലേ ഈ പഴനിമല കാണിക്കാൻ, ആ ഒരു ലെവലിൽ കാല് വയ്ക്കും. കൈ വരുന്നത് ഇങ്ങനെ തൊഴുതിട്ട് റൈറ്റ് കയ്യിൽ ശിഖരം, ലെഫ്റ്റ് കയ്യിൽ തൃശൂലം ഇങ്ങനെ മുരുകയ്യനേ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ഒന്ന് ചാടി എടുക്കണം. ഇങ്ങനെ 1 2 3 1 2 3 ഇങ്ങനെ മുരുക മുരുക 4 എണ്ണം. കൈ നമ്മുടെ ഒരു ചെവിയുടെ ലെവലിന് തലയ്ക്ക് മുകളിലോട്ട് പൊങ്ങാൻ പാടില്ല കേട്ടോ.
അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഭക്തിയോടെ ഇങ്ങനെ ചെയ്യും. മുരുക മുരുക. എന്നിട്ട് കൈ തൊഴുതു പിടിക്കും. കൈ ചേർത്ത് തൊഴുതു പിടിച്ചതിന് ശേഷം ഇങ്ങനെ 1 2 3 4 ഇത് നമ്മൾ കറങ്ങി ചെയ്യും. മുരുക മുരുക. മനസ്സിലായോ? അത് കഴിയുമ്പോഴത്തേക്കും കൈ ശിഖരം പിടിക്കും. ലെഫ്റ്റ് കൈ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുതിച്ചതിന് ശേഷം ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് പൊക്കും. വീണ്ടും ആ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് 1 2 3 1 2 3 റൈറ്റിലോട്ട് ആദ്യം, ലെഫ്റ്റിലോട്ട് അതിന് ശേഷം. കൈ വരുന്നത് 1 2 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് കോർണറിലോട്ട് നോക്കും. വീണ്ടും നേരെ ലെഫ്റ്റ് കോർണറിലോട്ട് നോക്കും. അത് കഴിഞ്ഞ് രണ്ട് കൈയിലും കടകാമുഖം പിടിക്കും. 1 2 3 അളപത്മം. തിരിച്ച് ലെഫ്റ്റിലോട്ട് വരുമ്പം കൈ മുകളിൽ കടകാമുഖം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് നോക്കും. അത് വീണ്ടും ഇതാണ് സ്റ്റെപ്പ്, ഇങ്ങനെയാണേ. അപ്പോൾ അതെങ്ങനെ ചെയ്യും? മുരുക മുരുക. ഇത് ഒരു വട്ടമേ ഉള്ളൂ. വീണ്ടും ആ സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ ചെയ്യണം. ഇത് മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ അഴകാന പഴനിമലൈ ആണ്ടവാ ഉന്നൈ അനുദിനവും പാടവന്തേ വേലവാ. ഞാൻ ആദ്യം തൊട്ട് ഇത്രയും ജസ്റ്റ് ഒന്ന് പാട്ടും കൂടെ പാടിയിട്ട് കളിച്ചു തരാം. സ്റ്റെപ്സ് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ സൈഡിൽ കൂടെ കയറി വരും. ഫ്രണ്ടിലോട്ട് വന്ന് തൊഴുതതിന് ശേഷം ബാക്കിലോട്ട് 2 സ്റ്റെപ്സ് ഇറങ്ങി നിൽക്കും. പാട്ട് തുടങ്ങുമ്പോൾ അഴകാന പഴനിമലൈ ആണ്ടവാ 1 2 അഴകാന പഴനിമലൈ ആണ്ടവാ ഉന്നൈ അനുദിനവും പാടവന്തേൻ വേലവാ. അഴകാന പഴനിമലൈ ആണ്ടവാ ഉന്നൈ അനുദിനവും പാടവന്തേൻ വേലവാ. വള്ളിമയിൽ നാഥനെ വാവടി വേലനെ വള്ളിമയിൽ നാഥനെ വാവടി വേലനെ വരവേണ്ടും മയിൽ മീത മുരുകയ്യനെ മുരുക 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 മുരുക. അഴകാന പഴനിമലൈ ആണ്ടവാ ഉന്നൈ അനുദിനവും പാടവന്തേ വേലവാ. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? അടുത്തത് നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലോട്ട് പോകും. ഞാൻ സ്റ്റെപ്പ് ആദ്യം കാണിച്ചു തരാം. റൈറ്റ് കോർണറിലോട്ട് റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് കാല് പൊക്കി മുഴുമണ്ഡലത്തിൽ ഇരിക്കും. ഇനി ലെഫ്റ്റ് കോർണറിലോട്ട് ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് കാല് പൊക്കി മുഴുമണ്ഡലത്തിൽ ഇരിക്കും. ഇനി കൈ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് കോർണറിലോട്ട് ചെയ്യുമ്പം ലെഫ്റ്റ് ഹാൻഡ് കടകാമുഖം മുകളിലേക്ക് തിരിച്ചു പിടിക്കും. എന്നിട്ട് റൈറ്റ് ഹാൻഡ് കടകാമുഖത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 1 2 എന്ന് പറയുമ്പം കൈ നീട്ടുമ്പോൾ അളപത്മമാകും. എന്നിട്ട് റൈറ്റ് കാല് പൊക്കി മുഴുമണ്ഡലത്തിൽ ഇരിക്കുന്ന ടൈമിൽ ഈ മുകളിലിരിക്കുന്ന ലെഫ്റ്റ് കൈ താഴേക്ക് ഇങ്ങനെ ഡോളാഹസ്തമാകും. ഈ നീട്ടി വെച്ചിരിക്കുന്ന റൈറ്റ് കൈയിലെ അളപത്മം ഇങ്ങനെ തലയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കും. അപ്പോൾ കൈ നിവർത്തി പിടിക്കണേ, ഇങ്ങനെ ഇരിക്കും. തിരിച്ച് ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പം ഈ റൈറ്റ് കൈ കടകാമുഖം മുകളിൽ പോകും. ലെഫ്റ്റ് ഹാൻഡ് കടകാമുഖം നെഞ്ചിൻ്റെ അടുത്ത് പിടിച്ച് കൈ നീട്ടുന്ന ടൈമിൽ അളപത്മമായിട്ട് ലെഫ്റ്റ് കാല് പൊക്കി നമ്മൾ മുഴുമണ്ഡലത്തിലിരിക്കുമ്പം നമ്മുടെ ഈ നീട്ടി വെച്ചിരിക്കുന്ന ഇടത് കൈയിലെ അളപത്മം തലയ്ക്ക് മുകളിലും പോകും. ഈ കൈ ഡോളാഹസ്തമായിട്ട് താഴേക്ക് വരും. മനസ്സിലായോ? അപ്പോൾ അതെങ്ങനെ ചേർത്ത് ചെയ്യും? 1 2 3 1 2 3. മനസ്സിലായോ? അടുത്തത് കാല് കാണിച്ചു തരാം. 1 2 കാല് ജസ്റ്റ് ഒരേപോലെ ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഒരു ടപ്പേ എന്ന് പറഞ്ഞിട്ട് ഒരു ചവിട്ട്. അപ്പോൾ കൈ പതാക കമഴ്ത്തി പിടിച്ചിട്ട് കാല് പൊങ്ങുമ്പം നമ്മളുടെ നോട്ടം മുകളിലേക്ക് പോകും. കാല് നേരെ വരുമ്പോഴത്തേക്കും നമ്മളുടെ നോട്ടം നേരെ വരും. കൈ ഇങ്ങനെ പൊക്കിയതിന് ശേഷം സ്ട്രെയിറ്റ് ഇങ്ങനെ ആവാൻ പാടില്ല. നേരെ മുകളിലോട്ട് പോയിട്ട് നേരെ വരും, നാട്യാരംഭം ലെവൽ വരും. 1 2 എന്നിട്ട് തൃപ്പതാക പിടിച്ചതിന് ശേഷം റൈറ്റ് കാലിൽ തി തി
തേ സമത്തിൽ ചെയ്യണം. ആ സമയത്ത് നമ്മളുടെ റൈറ്റ് കൈ മാത്രം ഇങ്ങനെ സൈഡിലേക്ക് പോയിട്ട് നേരെ വന്ന് നെഞ്ചിൻ്റെ അടുത്തോട്ട് വരും. ധിത്ത് തേ. ഇനി ലെഫ്റ്റ് സൈഡ് 1 2 ലെഫ്റ്റ് കൈ ലെഫ്റ്റ് കാല് ധിത്ത് തേ. മനസ്സിലായോ? ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റെപ്പ് തജ്ജം 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 തജ്ജം. അതായത് റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ഇങ്ങനെ കുത്തി നിർത്തണം. അതുപോലെ ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് കുത്തി നിർത്തണം. അങ്ങനെ 4 സ്റ്റെപ്പ്. കൈ വരുന്നത് കടകാമുഖം നമ്മൾ നെഞ്ചിന് നേരെ പിടിക്കും. എന്നിട്ട് നീട്ടുന്ന കൈ ഏത് സൈഡിലോട്ടാണോ നമ്മൾ ചാടുന്നത് ആ സൈഡിലോട്ട് കൈ നീട്ടണം. നീട്ടുന്ന കൈ അളപത്മമായിരിക്കും. 2 കൈ താഴെ 2 കൈ മുകളിൽ. കോർണറിലായിട്ട് പിടിക്കണം എന്നില്ല, സൈഡിലോട്ട് പിടിച്ചാലും മതി. അപ്പോൾ എങ്ങനെ വരും? തജ്ജം 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 തജ്ജം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഇനി നമ്മുടെ ഈ ലെഫ്റ്റ് കൈ ഇങ്ങനെ കറക്കി ഇവിടെ കടകാമുഖമായിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മളുടെ സ്റ്റെപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് കൈയും റൈറ്റ് കാല് റൈറ്റ് സൈഡിൽ കൂടെ കറങ്ങി വരും. 4 ധിത്ത് ധിത്ത് തൈ ധിത്ത് തൈ ധിത്ത് തൈ ധിത്ത് തൈ. ഇനി അടുത്തത് 2 ധിത്ത് തൈ ഉണ്ട്. അതിന് നമ്മൾ കൈ തൊഴുതു പിടിക്കും. ധിത്ത് തൈ ധിത്ത് തൈ. എങ്ങനെ വരും? ധിത്ത് തൈ ധിത്ത് തൈ. അപ്പോൾ ഈ ഒരു മ്യൂസിക്കിൻ്റെ പോർഷൻ നമുക്കൊന്ന് ചേർത്ത് ചെയ്ത് നോക്കാമേ. ധിത്ത് തൈ ധിത്ത് തൈ ധിത്ത് തൈ ധിത്ത് തൈ ധിത്ത് തൈ ധിത്ത് തൈ. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? അടുത്തത് നമ്മൾ കൈ എടുക്കുന്നത് ആദ്യം ലെഫ്റ്റ് കൈയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ലെഫ്റ്റ് കാല് പൊക്കി അങ്ങ് മുഴുമണ്ഡലത്തിൽ ഇരിക്കണം. ഞാൻ കൈകൾ കാണിച്ചു തരാം. ഫസ്റ്റ് കൈ എടുക്കുന്ന സമയത്ത് റൈറ്റ് കൈ ഇവിടെ പിടിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഡോളഹസ്തം വേണമെങ്കിലും ഇടാം, രണ്ടാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ലെഫ്റ്റ് കൈ ഇങ്ങനെ മുഷ്ടി, എന്നിട്ട് പതാക ഇങ്ങനെ തിരിച്ചു പിടിക്കും. വെട്രി വടിവേലും എന്ന് പറയുമ്പോൾ ഈ നീട്ടിയ കൈ എടുത്ത് നമ്മൾ ഇവിടെ വയ്ക്കും. എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ശിഖരം ഇങ്ങനെ പിടിക്കും. വെട്രി വടിവേലും. അതിനുശേഷം നമ്മുടെ ഈ ഇടത് കൈ ഇവിടുന്ന് എടുത്ത് ഇടുപ്പിൽ വയ്ക്കും. ഉള്ളത്തിൽ തോன்றுമേ. ഉള്ളത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് കടകാമുഖം, നമസ്കരിക്കുമ്പോൾ പിടിക്കുന്ന കടകാമുഖം ഇങ്ങനെ നെഞ്ചിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളത്തിൽ തോன்றுമേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 2 എന്ന് പറയുമ്പോൾ നേരെ നോക്കും. ഉള്ളത്തിൽ തോன்றுമേ. അടുത്ത കൈ വരുന്നത് ഇങ്ങനെ വെള്ളി മയിലേറി വേലൻ വരും വരെ നെഞ്ചം കാണുമേ. കാല് വരുന്നത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, അതായത് ലെഫ്റ്റ് കാല് ഇങ്ങനെ ഒന്ന് ചവിട്ടിയിട്ട് അപ്പോൾ റൈറ്റ് കാല് പൊങ്ങും. ഇങ്ങനെ 1 2 3 4 അങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ 1 2 3 4 എന്നിട്ട് ബാക്കിലോട്ട് 1 2 3. ഓക്കെ, അതൊന്ന് ചേർത്ത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ കളിച്ചത് നമ്മളിങ്ങനെ 1 2 3 1 2 3 ഇങ്ങനെ കളിക്കണം. ഇടത് കൈ എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ചാടുന്നത്. അടുത്തത് ഇപ്പോൾ എടുത്ത സെയിം കൈകൾ തന്നെയാണ്, പക്ഷേ സ്റ്റെപ്പ് വ്യത്യാസമുണ്ട്. ഇങ്ങനെ റൈറ്റ് കാല് ഫ്രണ്ടിൽ ലെഫ്റ്റ് കാല് ബാക്കിലായിട്ട് തജ്ജം 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 എന്നുള്ളൊരു രീതിയിൽ റൈറ്റ് സൈഡിൽ കൂടെ കറങ്ങും. 1 2 3 4 1 2 3 4 നേരത്തെ അതേ കൈ തന്നെയാണ്. എന്നിട്ട് ധിത്ത് തൈ ധിത്ത് തൈ. സമത്തിൽ നിന്നിട്ട് 2 ധിത്ത് തൈ. ഓക്കെ, ഇനി നമ്മൾ ഒരു കാവടി എടുക്കുന്നതായിട്ടാണ് ആ ഒരു ഡാൻസിൻ്റെ പോർഷനിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ നമ്മളിങ്ങനെ റൈറ്റ് കാല് പൊക്കി മുഴുമണ്ഡലത്തിലിരുന്നിട്ട് തറയിൽ തൊട്ട് ഇതേപോലെ തൊഴും. ചതുരം പിടിച്ചിട്ട് തറയിൽ തൊട്ട് തൊഴുതതിന് ശേഷം ആ ഒരു കാവടി എടുത്ത് ഇങ്ങനെ നമ്മുടെ ഒരു ഷോൾഡറിൻ്റെ ലെവലിൽ ഇതുപോലെ വെക്കുന്നതായിട്ട് കാണിച്ചിട്ട് സ്റ്റെപ്പ് എടുത്തത് 1 എന്ന് പറയുമ്പോൾ റൈറ്റ് കാലിലോട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് കയറിക്കും. 2 ഇങ്ങനെ 1 2 3 4 അതായത് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ 2 സ്റ്റെപ്പ് 2 വട്ടം കളിക്കണം. 1 2 3 4 5 6 7 8. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നന്നായിട്ട് മുകളിലോട്ട് വളയണം, തിരിച്ചു വരുമ്പോൾ നന്നായിട്ട് കുനിയണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1 2 3
4. നമ്മൾ മറ്റേ ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നു, മുരുക ആ സ്റ്റെപ്പിന് ചെയ്ത് അതേപോലെ തന്നെ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ടും കൂടെ കാല് പൊക്കണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലെഫ്റ്റിലോട്ട് കാല് പൊക്കണം എന്നല്ല, റൈറ്റ് കോർണറിലോട്ട്. അതായത് നമ്മുടെ ലെഫ്റ്റ് കാല് പൊക്കണം. ആദ്യം നമ്മൾ കുതിച്ചതിന് ശേഷം ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് പൊക്കും. വീണ്ടും അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുതിച്ചതിന് ശേഷം റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് പൊക്കും. അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് റൈറ്റിലോട്ട് ചരിയണം. ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് 1 2 3 4 5 6 7 8 ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ താന്നു വരും. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് ചേർത്ത് ചെയ്തു തരാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് കറങ്ങി ചെയ്യണം. നമ്മളുടെ ഈ 1 2 3 1 2 3 ആ സെയിം സ്റ്റെപ്പ് തന്നെ, പക്ഷെ നമ്മളത് കറങ്ങി ചെയ്യും. റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള കണക്കിൽ റൈറ്റ് സൈഡിൽ കൂടെ കറങ്ങി ചെയ്യും. കൈ ആദ്യം ഞാൻ പറഞ്ഞുതരാം. മുഷ്ടി പിടിച്ചിട്ട് പതാക നീട്ടണം. 1 2 3 എന്നിട്ട് ലെഫ്റ്റ് കൈയിൽ കടകാമുഖം പിടിച്ചിട്ട് അളപത്മം. വീണ്ടും റൈറ്റ് സൈഡിൽ ഇങ്ങനെ, ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ, അങ്ങനെ 4 സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ഫ്രണ്ടിലത്തെ റൈറ്റ് സൈഡിലോട്ട് കളിക്കും. ഇനി ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് ലെഫ്റ്റ്, ഇങ്ങനെയാണ് 4 സ്റ്റെപ്പ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അടിമുടി നോക്കത്തില്ലേ, അതുപോലെ ബാക്കിലോട്ട് നടക്കണം. നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ, അത് സ്റ്റേജിൽ നിങ്ങൾ അന്നേരം എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാവുന്നത് കേട്ടോ. ഞാനിപ്പോൾ ബാക്കിലോട്ട് നടക്കുവാണേ. 1 2 3 4 എന്നിട്ട് ആ ഒരു ഭക്തിയോടെ ഇങ്ങനെ തൊഴുത് നിൽക്കും. എന്നിട്ട് റൈറ്റ് കാല് പൊക്കി മുഴുമണ്ഡലത്തിലിരിക്കുമ്പം നമ്മൾ ഈ പാദം കാണിക്കുന്നതാണ്. തൃപ്പതാക ആദ്യം തിരിച്ചു പിടിക്കും. എന്നിട്ട് ഇങ്ങനെ നോട്ടം പോലെ തന്നെ കൈയും കൂടി ഇങ്ങനെ കറങ്ങി വരണം. എന്നിട്ട് ആ കാൽപാദത്തിൽ തൊട്ട് തൊഴുതിട്ട് എഴുന്നേൽക്കുന്നതായിട്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ മുരുക ചാടിയെടുക്കണേ. ഒന്നാമത്തെ കാര്യം, ഞാൻ ചാടുമ്പോൾ മൈക്കും കൂടെ എൻ്റെ കൂടെ ചാടും. പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുമ്പം ശ്വാസം എടുക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മുരുക 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 മുരുക, ഇത്രയും ചെയ്യണം. അതിനുശേഷം വരുന്നത് വീണ്ടും നമ്മൾ ആദ്യത്തെ പോലെ അഴകാന പഴനിമലൈ ആണ്ടവാ ഉന്നൈ അനുദിനവും പാടവന്തേൻ വേലവാ. ഈ 1 2 3 1 2 3 വെച്ചിട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ വള്ളിമയിൽ നാഥനെ വാവടി വേലനെ, വള്ളിമയിൽ നാഥനെ വാവടി വേലനെ, വരവീൻ മയിൽ വീത മുരുകയ്യനെ. എന്നിട്ട് അവിടെ ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ, ഇത് ഇത്രയും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഭവമാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ കൈ റൈറ്റ് ഹാൻഡ് നെറ്റിക്ക് നേരെ കുറച്ച് മുകളിലായിട്ട് പോവും. ഇവിടെ ഇരിക്കുന്ന ലെഫ്റ്റ് കൈ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഫ്രണ്ടിലോട്ട് താ തേയ് തേയ് താം ധ തേയ് തേയ് താം. സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് സ്റ്റെപ്പ് ചവിട്ടും. നോട്ടം വരുന്നത് റൈറ്റ് കാലെടുക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് കോർണറിലോട്ട് നോക്കും. അപ്പോൾ നമ്മുടെ ബോഡി റൈറ്റ് കോർണറിലോട്ട് ഫേസ് ചെയ്തിരിക്കും. താ തേയ് തേയ് താം ധ തേയ് തേയ് താം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുരുക 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 മുരുക. എന്നിട്ട് നമ്മൾ തൊഴുതതിന് ശേഷം റൈറ്റ് മുട്ടുകുത്തി ഇങ്ങനെ അങ്ങ് ഇരിക്കും. ലാസ്റ്റ് സ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡാൻസ് തന്നെ കേട്ടോ. പിന്നെ അഥവാ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് അയ്യോ ഡാൻസ് കണ്ടിട്ട് മനസ്സിലായില്ല, കുറച്ച് പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്കും അറിയിക്കണം. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും അമർത്തുക. ബൈ.